ശ്യാമേ, ശ്രീകണ്ഠൻ നായർ പറയുകയാണ് മലയാളത്തിലെ ഒരു പ്രമുഖ എൻ്റർടൈൻമെൻറ്റ് ചാനൽ ഉടനെ പൂട്ടിപ്പോകും. പറയുന്നത് ശ്രീകണ്ഠൻ നായരാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ 42 വർഷത്തെ മാധ്യമരംഗത്ത് പ്രവർത്തന പരിചയമുള്ള ആളാണ്. അദ്ദേഹം പറയുന്നു വലിയ നഷ്ടത്തിലാണ്, കടത്തിലാണ്, ആരും പരസ്യം തരുന്നില്ല. അതുപോലെ ഈ ഗസ്റ്റായിട്ട് വരുന്ന നടിമാർ വലിയ തുകയാണ് വാങ്ങിക്കുന്നത്. ആദ്യമേ അങ്ങനെ കൊടുത്ത് ശീലിപ്പിച്ചു പോയി, പിന്നെ അവരതൊരു അവകാശം പോലെ അവർ അങ്ങനെ തന്നെ പറഞ്ഞ് വാങ്ങിക്കുകയാണ്. അപ്പോൾ ആകെ വലിയ പ്രതിസന്ധിയിലാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ആളുകൾ മാറുന്നു. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? സാറ് പറയുമ്പോൾ സാറ് കേരള ടെലിവിഷൻ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കവേ അതാണ് സംസാരിച്ചത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. കാര്യം ഈ ചെയ്യുന്ന പ്രോഗ്രാമിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ചിലവാക്കുമ്പോൾ അതിന് ലാഭം ലഭിക്കണമല്ലോ, പണം ഇങ്ങോട്ടും വരേണ്ടി വരുമല്ലോ. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടായാൽ മാത്രമല്ല അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റൂ. ഞാൻ എന്നോടുള്ള പാഷൻ കൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് എനിക്കതിനോടുള്ള പാഷൻ കൊണ്ട് ഞാനത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സംരംഭം നടത്താൻ പറ്റില്ല. ഒരിക്കലും പറ്റില്ല. ഇപ്പോൾ ഫ്ലവേഴ്സ്, മഴവിൽ മനോരമ, ഏഷ്യാനെറ്റ് ഇതുപോലെയുള്ള സംവിധാനങ്ങളൊന്നും പാഷൻ കൊണ്ട് നടത്താൻ പറ്റില്ല. അതിന് ഇപ്പോൾ പാഷൻ കൊണ്ട് നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ ചിലവ് വരേണ്ടതിൻ്റെ കാര്യം ഇല്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് പിന്നെ സ്വന്തം മറ്റെന്തെങ്കിലും ജോലിക്ക് പോകുമ്പോൾ ഇതുകൂടി ചെയ്യാൻ പറ്റും, അത്രയേ ഉള്ളൂ. അതാണ് എൻ്റെ രീതി. പല ടെലിവിഷൻ ചാനലുകളും നഷ്ടത്തിലാണ്. പ്രോഗ്രാം ചാനൽ മാത്രമല്ല, ന്യൂസ് ചാനലുകളും വാർത്താ ചാനലുകളും നഷ്ടത്തിലാണ്, പ്രതിസന്ധിയിലാണ്. കടുത്ത പ്രതിസന്ധിയുണ്ട്. ഇപ്പം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അദ്ദേഹം AV അനൂപ് എന്ന് പറയുന്ന മെഡിമിക്സിൻ്റെ ഉടമയുമായി സംസാരിച്ചൊരു കാര്യത്തെക്കുറിച്ച് അതിനെ കോട്ട് ചെയ്ത് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം AV അനൂപ് പറഞ്ഞൊരു കാര്യം, ഞാൻ കേരളത്തിൽ എൻ്റെ കുഞ്ഞ് സോപ്പാണ്, അത് ഒരു പരസ്യം കൊടുക്കുമ്പോൾ അത് കൂടുതൽ വിറ്റഴിക്കുന്നതാണ് എനിക്ക് നേട്ടം. കേരളത്തിൽ ഞാൻ പരസ്യം കൊടുത്തിട്ട് അതിൻ്റെ താഴെ ഉള്ളൂ സോപ്പ് വിറ്റ് പോകുന്നത്, വിൽപ്പനയില്ല. അതേസമയം കർണാടകയിൽ അത് നല്ല രീതിയിൽ ചെറിയ പരസ്യം കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ വിറ്റുപോകുന്നു. അപ്പോൾ അതല്ലേ ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത്. പല ഈ പറയുന്ന പരസ്യദാതാക്കളും ഈ ചാനലുകളിൽ നിന്നും മാറി നിന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം പരസ്യം ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ വളർന്നതോടുകൂടി സോഷ്യൽ മീഡിയ വഴിയുള്ള ഇൻഫ്ലുവൻസേഴ്സ് വഴി വലിയ പരസ്യം കൊടുക്കാൻ അവർക്ക് സാധിക്കും. അത്രയും തുക മുടക്കണ്ടെന്നോ, അതിൻ്റെ ഒരു 4 എന്താ പറയുക, 100 5% വേണ്ടി വരുള്ളൂ. അതിനേക്കാൾ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ പലയിടത്തും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ചില കോമഡി വീഡിയോസിലൊക്കെ തമാശ നിറഞ്ഞ ചെറുപ്പക്കാരാണ് ഇത് ചെയ്യാറുള്ളത്. അവർ വളരെ ബുദ്ധിപൂർവ്വം ആ പരസ്യം അതിൽ തിരികെ കയറ്റും. ആ ഒരു കണ്ടന്റ് ചെയ്യുമ്പോൾ ആ കണ്ടന്റിനുള്ളിൽ തന്നെ പരസ്യം ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ളൊരു പരസ്യം, കണ്ടന്റിന്റെ ഭാഗമായിട്ട് പരസ്യം വരും. ഫുഡ് വ്ളോഗേഴ്സ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതല്ലേ ലാഭമെന്ന് പല കമ്പനികളും ചിന്തിച്ചു തുടങ്ങുന്നു. ഇപ്പോൾ ബിഗ് ബോസിലെ വിജയ്, അനുമോളെ വിളിച്ച് ഒരു പരസ്യം ചെയ്യിച്ചു കഴിഞ്ഞാൽ, അനുമോളെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പറയിച്ചു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ഓടാൻ സാധ്യതയുണ്ട്. എനിക്കറിയില്ല, ചിലപ്പോൾ ഓടും, ചിലപ്പോൾ ഓടത്തില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ആ പ്രോഗ്രാമിന് അത്രയും വ്യൂവേഴ്സ് ഉണ്ടല്ലോ. അനുമോൾ എന്നുള്ള ആളല്ല, ബിഗ് ബോസ് വിജയ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ. അനുമോളാണെങ്കിലും അനീഷാണെങ്കിലും ആ ഒരു പ്രോഗ്രാമിലുള്ളവരൊക്കെ തന്നെ ഒരു പരസ്യം ചെയ്യുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യും. ഇതാണ് ഇവിടെ നേരിടുന്ന ഒരു പ്രശ്നം. ഒന്നാമത്തെ കാര്യം, റേറ്റിങ്ങിൽ ചാനലുകൾ താഴെ പോകുന്നു. റേറ്റിങ്ങിൽ ചാനലുകൾ താഴെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ അടുത്ത ദിവസം ബീഹാർ ഇലക്ഷൻ്റെ റിസൾട്ട് വരും. ബീഹാർ ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗ് കയറും. പ്രോഗ്രാം ചാനലുകളുടെ മുകളിൽ ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗ് ഉണ്ടാവും. ന്യൂസ് ചാനലുകൾക്ക് റേറ്റിംഗ് ഉണ്ടാകുന്ന 1, 2, 3 ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ഒന്ന് ഇലക്ഷൻ്റെ റിസൾട്ട്. ഇലക്ഷൻ്റെ പോളിംഗ് പോലും റേറ്റിംഗ് ഇല്ല. ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ രാവിലെ ആദ്യത്തെ കുറച്ച് നേരം ആര് ജയിക്കും, ആര് തോൽക്കും, ഉച്ചയോടുകൂടി അതിലൊരു വ്യക്തത വരും.
വ്യക്തത വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ പറയുന്ന ചർച്ചകളൊക്കെ എത്ര പേര് കാണുന്നത്? പൊളിറ്റിക്സിൽ താല്പര്യമുള്ളവർ, രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളവർ അവരെ കാണുള്ളൂ, ആ ചർച്ചയിരുന്ന് കാണും. അല്ലാതെയുള്ളവർ എഴുന്നേറ്റ് പോകും, അത് ഓഫ് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. മൊബൈലിൽ ഇഷ്ടം പോലെ ഈ പറയുന്ന പോലെ ടൈപ്പ് ചെയ്ത് ചെറിയ രീതിയിൽ ഈ സാധനം വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ട്രെൻഡ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ബീഹാർ ഇലക്ഷനിൽ NDA ആണോ അല്ലെ മഹാസഖ്യമാണോ എന്നറിയാൻ മൊബൈലിങ്ങനെ നോക്കുമ്പോൾ ഇതിലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളിങ്ങനെ സീക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഓരോ സമയത്ത് അപ്ഡേഷൻ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ പോയിരുന്ന് പിന്നെ ആ സമയത്ത് ന്യൂസ് ചാനലുകൾ കയറുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില അവതാരകർ ചില അവതാരകർ അവതരിപ്പിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്റ്റൈലുണ്ട്. പണ്ടൊക്കെ ഒരു ഡെസ്കിന് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് പരസ്പരം പറയുന്നതിനപ്പുറം ഇപ്പോൾ ഫ്ലോറിൽ ഓടി നടന്നൊരു ബഹളമൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് അത് കണ്ടുകൊണ്ടിരിക്കാൻ അതിനൊരു എൻ്റർടൈൻമെൻ്റ് ആക്കി മാറ്റുന്നു. അതിനൊരു എൻ്റർടൈൻമെൻ്റ് എന്നുള്ള രീതിയിൽ വാർത്തയെ എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ അവതരിപ്പിക്കാൻ പഠിപ്പിച്ച ആളാണ്. ചില വാർത്തകളെ, എല്ലാ വാർത്തകളെയും അല്ല, ചില വാർത്തകൾക്ക് ഒരു സ്വഭാവത്തിന് മാറ്റമുണ്ടാവണം, എന്നാൽ വളരെ ഡ്രൈ ആയി പോരുതെന്ന് മാധ്യമ സമൂഹത്തെ പഠിപ്പിച്ച ആളാണ് സാറ്. കഴിഞ്ഞ ഒരു ഇലക്ഷൻ സമയത്താണ്, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആദ്യത്തെ റിസൾട്ട് വന്നത് കൊല്ലം മധു എന്ന് പറയുന്നത് കൊല്ലം കോർപ്പറേഷൻ്റെ വൈസ് പ്രസിഡന്റ്, വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം പുസ്തക പ്രസാധകനാണ്, ഫേമസ് ആണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ റിസൾട്ടാണ് ആദ്യം വന്നത്. അപ്പം ശ്രീകണ്ഠൻ നായർ സാറ് കൺഗ്രാലേഷൻസ് പറയുന്നു. അപ്പോൾ ഇപ്പുറത്ത് ചോദിക്കുന്നുണ്ട്, അരുണിനറിയാമോ? അറിയത്തില്ല. സാറിനറിയാമോ? അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് എലമെൻറ്റ് അതിനകത്ത് ഒരു നല്ല കോംബോ ആണ്. ആ രീതിയിൽ പല ചാനലുകളും ഇപ്പോൾ സാർ പറഞ്ഞിരിക്കുന്ന ഒരു ചാനൽ പൂട്ടാൻ പോവുകയാണ്. ഏത് ചാനലാണെന്ന് പറഞ്ഞിട്ടില്ല. ഏത് ചാനലാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ അത് പൂട്ടാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വ്യക്തമായ ധാരണ കാര്യത്തിൽ ഉണ്ടായിരിക്കാം. വെറുതെ ഒന്നും വന്ന് അദ്ദേഹം ഇത് പറഞ്ഞിട്ട് പോകില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പ്രോഗ്രാമുകളുടെ എണ്ണം ഒരുപാട് ചാനലുകൾ കുറച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ചില പ്രോഗ്രാമുകളൊക്കെ പഴയത് പിന്നെയും വരുന്നുണ്ട്, വീണ്ടും എടുത്തിടുന്നുണ്ട്. കാര്യം ഇത് ഫില്ല് ചെയ്യണമല്ലോ, ടൈം ഫില്ല് ചെയ്യണം. വീണ്ടും പഴയത് എടുത്തിടുക. ഒരുപക്ഷെ ആളുകൾ കണ്ടതായിരിക്കാം. പണ്ടൊക്കെ 7 മണിക്ക് ശേഷം ഇതുപോലെ TV സീരിയലുകൾ ധാരാളമായിട്ട് വരുമായിരുന്നു. അപ്പോൾ ഇത് കാണാൻ ഒരുപാട് പ്രേക്ഷകരും ഉണ്ടായിരുന്നു. അത് TV സീരിയലുകൾക്ക് പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ അന്ന് സാധിച്ചിരുന്നു. അന്ന് ആ ഒരു കാലഘട്ടത്തിൽ സാധിച്ചിരുന്നു. ദൂരദർശനൻ്റെയൊക്കെ സമയത്ത് തന്നെ ഉച്ചയ്ക്ക് മുതൽ ഇത് തുടങ്ങും. ഇത് കാണാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ പല വീട്ടിലും ജ്വാലയായി സീരിയലൊക്കെ ഉച്ചയ്ക്കാണ് എത്തുന്നത്. 10 മണിക്ക് ചോറ് വെക്കും. ഭർത്താക്കന്മാർ കറക്റ്റ് സമയത്ത് കഴിക്കാൻ പറ്റും. സ്വഭാവം മാറിക്കഴിഞ്ഞു. ആളുകളുടെ എന്താ പറയുക, തലച്ചോറിൽ വലിയ എന്താ പറയുക, തലമുറ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അതിനനുസരിച്ച് ചാനലുകൾക്ക് അപ്ഡേഷൻ ഉണ്ടാവുന്നില്ല. അപ്ഡേഷൻ ഉണ്ടാവത്തേ, വലിയ സ്ക്രീനിൽ നിന്നും ആളുകൾ ചെറിയ സ്ക്രീനിലേക്ക് ഒതുങ്ങിക്കഴിഞ്ഞു. വലിയ സ്ക്രീനിൽ ആളുകൾക്ക് കാണാൻ താല്പര്യമില്ല. ഇപ്പം വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഇറങ്ങി എന്ന് പറഞ്ഞാലും നല്ലൊരു ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ മൊബൈലിൽ അത് ഇരുന്ന് ആസ്വദിക്കാൻ പലർക്കും പറ്റുന്നുണ്ട്. എന്തിനാണ് ഞാൻ തിയേറ്ററിൽ പോയി പൈസ കൊടുക്കുന്നത് എന്നൊരു ചോദ്യം വരും. എന്തിന് ഞാൻ കൊടുക്കണം എന്നുള്ള ഒരു ചോദ്യമുണ്ടല്ലോ. അതുപോലെ തന്നെ ബാക്കിയുള്ള നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള OTT പ്ലാറ്റ്ഫോമുകൾ ധാരാളമായുണ്ട്. അതിലൊക്കെ കാണാൻ താല്പര്യപ്പെടുന്നുണ്ട് ആൾക്കാർ. അതിൽ വെബ് സീരീസുകൾ വരുന്നു. അതുകൊണ്ടാണ് ഈ പ്രശ്നം. അല്ലെങ്കിൽ അതിനനുസരിച്ച് ഈ പ്രോഗ്രാം ചാനലുകൾ മാറണം. ഈ വെബ് സീരീസുകൾ തരത്തിൽ ആ തരത്തിൽ സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റണം. അത് എത്രത്തോളം പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ ന്യൂസ് ചാനലായിരുന്നു. ന്യൂസ് ചാനലുകളുടെ അവസ്ഥ ഇതൊക്കെ തന്നെ. അല്ല, നല്ല കുറ്റാന്വേഷണ പരമ്പരകളൊക്കെ എൻ്റർടൈൻമെൻറ്റ് ചാനലുകളിലോടും. പണ്ട് അങ്ങനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഭീമൻ രഘു അഭിനയിച്ച അതൊരു 10 എപ്പിസോഡ് അങ്ങനെ മറ്റേ ഉണ്ടായിരുന്നുള്ളൂ. പ്രധാന വേഷത്തിൽ വന്ന ഒരു സീരിയൽ ഉണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് മുമ്പാണ്. അതുപോലെ ഹിന്ദിയിലുണ്ടായിരുന്ന ഒരെണ്ണം. അങ്ങനെ നല്ലതാണെങ്കിൽ അല്ല, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ, ഇത് ഒരു 10, 12, 13 എപ്പിസോഡിൽ അവസാനിപ്പിക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതിന് പരസ്യം കിട്ടില്ല. സീരിയലുകൾ എന്തുകൊണ്ടാണ് 200-ലും 300-ലും എപ്പിസോഡുകൾ ഓടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പരസ്യം അത്രയും കാലം ഉണ്ടായിരിക്കും എന്നതുകൊണ്ട് അവർ അതിന് പരസ്യം ചെയ്തു കൊടുക്കും. അത്രയും കാലം ആ തുകയിൽ അത്രയും കാലം ആ പരസ്യം ഓടും എന്നതുകൊണ്ടാണ് അവർ ആ ഇത് ചെയ്യുന്നത്. 12 എപ്പിസോഡിൽ ചെയ്ത് അവസാനിപ്പിക്കുന്ന ഒരു സാധനത്തിന് ഞാനെന്തിന്
കാശ് മുടക്കണം എന്നുള്ളൊരു ചോദ്യം വരും. ഇങ്ങനെ പല പല പ്രതിസന്ധികളാണ്. ന്യൂസ് ചാനലാണെങ്കിൽ പലപ്പോഴും എന്താ പറയുക, പല ചാനലുകൾക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ തൊഴിലാളികളെ ഉപേക്ഷിക്കാൻ പറ്റില്ല, അവരെ ഉപേക്ഷിക്കാൻ പറ്റാത്ത, അവർ വിശ്വസിച്ച് നിന്നവർ, പല മാധ്യമപ്രവർത്തകർക്കും എതിരെ ഡിഫർമേഷൻ കേസുകളുണ്ട്. ഇപ്പോൾ വലിയ വലിയ ആളുകൾക്കെതിരെയൊക്കെ വാർത്ത കൊടുക്കുമ്പോൾ ഇവർ കൊണ്ടുപോയി ഡിഫർമേഷൻ കേസ് കൊടുക്കും. പിന്നെ അതിൻ്റെ പുറകെ തൂങ്ങണം. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മാധ്യമപ്രവർത്തകരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് കുറേ സ്ഥാപനങ്ങൾ ബാധ്യതയിലേക്ക് പോകുമ്പോഴും മാധ്യമപ്രവർത്തകരെ പിടിച്ചു നിർത്തുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ന്യൂസ് ചാനലിൻ്റെ ഒരു കാര്യം പറഞ്ഞു തരാം. ഒരു 60,000-70,000 രൂപ ശമ്പളം കൊടുക്കുന്ന ഒരാൾ ചെയ്യുന്ന, ഒരു റിപ്പോർട്ടർ ചെയ്യുന്ന ജോലി 10,000, 15,000, 20,000 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒട്ടനവധി പേര് ഉണ്ട്. അതിലും പവർഫുള്ളായി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേര് പുറത്തുണ്ട്. കാര്യം ഓരോ വർഷവും ഇറങ്ങുന്ന കുട്ടികളുടെ എണ്ണം ചെറുതല്ല. ജേർണലിസം പഠിച്ചിറങ്ങുന്നവരുടെ എണ്ണം കൂടുതലാണ്, ഒരുപാട് കൂടുതലാണ്. മാത്രമല്ല ഇപ്പോൾ ജേർണലിസം ഒന്നും ആരും തേടുന്നില്ല. മുൻപ് ജേർണലിസം സർട്ടിഫിക്കറ്റ് നിർബന്ധമായിരുന്നു. ഇപ്പോൾ അതൊന്നും ആവശ്യമില്ല. എനിക്കറിയാവുന്ന ഒരാൾ ഒരിക്കൽ ഒരു വാഹനാപകടം കണ്ടു. വണ്ടി ഓടിച്ചുകൊണ്ട് വരികയായിരുന്നു, വാഹനാപകടം കണ്ടു. അപ്പോൾ അയാൾ മൊബൈലിലെടുത്തിട്ട് ഇത് ലൈവ് ഇട്ടു. ഇതാ ഇവിടെ ഒരു അപകടം നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് മൊബൈലിലെടുത്ത് ലൈവ് ഇട്ടു. അയാൾക്കിപ്പോൾ നല്ല ഒരു ചാനലുണ്ട്. ഞാൻ കുറ്റം പറഞ്ഞതല്ല, അതും ജേർണലിസമാണ്. ഈ സാധനമൊക്കെ പഠിച്ചിട്ടും പണിയറിയാത്തവരുണ്ട്. ജേർണലിസമൊക്കെ പഠിച്ച് നന്നായി പാസ്സായി വന്നിരുന്ന് ഒരാളുടെ മുന്നിലിരുന്ന് സംസാരിക്കാനുള്ള ശേഷിയില്ലാത്ത ആളുകളും എന്നാൽ നല്ല മാർക്കും ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകളുണ്ട്. അതിനിടയിലാണ് ഈ സാധാരണക്കാരായിട്ടുള്ള, എന്നാൽ ഇതൊന്നും പഠിച്ചിട്ടില്ലാത്ത ആളുകൾ നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 10,000-60,000 ഒക്കെ മേടിക്കുന്ന ജേർണലിസ്റ്റുകളെക്കാൾ കാലിബറുള്ള ആളുകളൊക്കെ ഉണ്ട്. ഞാൻ ഇവരെ പൊതുവെ ആക്ഷേപിച്ചതല്ല, ഞാൻ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അതാണ് സംഗതി. അധികം വൈകാതെ കുറച്ചൊക്കെ ചാനലുകൾ പൂട്ടേണ്ടി വരും. അതൊരു ഈ പറയുന്ന പോലെ സാമ്പത്തിക ബുദ്ധിമുട്ട് അധിക നേരം താങ്ങി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും എന്താ പറയുക, നമ്പർ 1 നിന്ന വലിയ വിപ്ലവം ഉണ്ടാക്കിയ ഒരു ചാനലായിരുന്നു ഇന്ത്യ വിഷൻ പൂട്ടുമ്പോൾ വളരെ എന്താ പറയുക, അതിലെ ജേർണലിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീപ്പൊരു ജേർണലിസ്റ്റുകളാണ് അതിലുണ്ടായിരുന്നത്. അതിലൊരാളിപ്പോൾ മന്ത്രിയാണ്. അതെ. അപ്പോൾ അത്രയും ജേർണലിസ്റ്റുകൾക്ക് ജോലിയില്ലാണ്ടായി. പക്ഷെ അത് പൂട്ടുന്നത് വരെയും പിടിച്ചു നിന്നു അവർ. അത് പൂട്ടുമെന്ന് ഏകദേശം ഒരു 2010 മുമ്പൊന്നും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു 2010 മുമ്പൊന്നും അതിനെക്കുറിച്ചൊരു ധാരണ ആർക്കുമില്ലായിരുന്നു. ഇന്ത്യ വിഷനെയൊക്കെ ആൾക്കാർക്ക് പേടിയായിരുന്നു. ആൾക്കാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇത്തിരി എന്താ പറയുക, അഴിമതിയൊക്കെ നടത്തിയിട്ടുള്ള രാഷ്ട്രീയക്കാർക്കൊക്കെ ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ചാനലിനെ പേടിയായിരുന്നു. രാവിലെ എൻ്റെ അടുത്തൊരു നേതാവ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു രാവിലെ 11 മണി വരെ ഇന്ത്യ വിഷൻ വെച്ച് പണ്ട് നോക്കുമായിരുന്നത്. ഒരു നേതാവിനോട് പറഞ്ഞു, ഓഫ് റെക്കോർഡായിട്ട് പറഞ്ഞത്. ഞാൻ വെച്ചാൽ എന്താണെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പറയാൻ പറ്റില്ല ഇവന്മാരെന്താ കൊണ്ടുവരുന്നത്, 11 മണി വരെ ശല്യമില്ലെങ്കിൽ എന്നെ കുഴപ്പമില്ലല്ലോ എന്ന ധാരണയിൽ പോകുമായിരുന്നു. ഏതായാലും ഒരുപാട് പേർക്ക് ഒരു ചാനൽ പൂട്ടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നത് വേദനാജനകമാണ്. പിന്നെ ഒരു തൊഴിലിടമാണ് ജേർണലിസം എന്നൊക്കെ പറഞ്ഞാലും ഇതൊരു തൊഴിലാണ്. എന്താ പറയുക, ഇത് വലിയ എന്താ പറയുക, വലിയ പ്രിവിലേജുള്ള കാര്യങ്ങളൊന്നുമല്ല. ഒരു തൊഴിൽ, ഒരു വിവരം കണ്ടെത്തുന്നു, ആ വിവരത്തെ ജനങ്ങളിലേക്ക് എത്തിച്ച് കൊടുക്കുന്നു. അതൊരു തൊഴിലാളി, ആ തൊഴിലാളിക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് എന്താ പറയുക, ഈ പറയുന്ന ഏത് ചാനലാണ് എന്നുള്ള തിരച്ചിൽ, അതാണല്ലോ ജേർണലിസ്റ്റുകളുടെ ജോലി. ഏത് ചാനലാണ് ഈ പൂട്ടാൻ പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞതെന്നുള്ള അന്വേഷണം പല ചാനലുകളും ഗസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെയുള്ള ചാനലിൻ്റെ പേര് ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എന്താ പറയുക, അടിസ്ഥാനം എന്ന് പറയുന്നത് ഗൂഗിളും അല്ലേ? ഗൂഗിളും തുടങ്ങിയ സ്ഥാപനമൊന്നും പൂട്ടുമെന്ന് വിചാരിക്കാൻ പറ്റില്ല. ഗൂഗിൾ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് അത് പൂട്ടുക എന്ന് പറയുന്നതൊന്നും നടക്കുന്ന കാര്യമല്ല. അതൊന്നുമല്ല. ഏതോ ഒരു ചാനൽ ഏതാണെന്ന് ഏകദേശം എനിക്ക് പിടികിട്ടി.
അത് അദ്ദേഹം പറയാത്തത് കൊണ്ട് ഞാനും പറയില്ല. അതെ, നമുക്കതിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. ശരി. ശരി.